ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എൻ്റെ ഹെയർ കണ്ടോ, നമ്മളിപ്പോൾ ഒന്ന് ചുളുങ്ങിയിരിക്കണോ. എൻ്റെ ഹെയർ ഈ ഒരു സ്റ്റൈലിലുള്ള ഹെയർ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ കാച്ചി എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ഇങ്ങനെ ഇടയ്ക്കൊരു ചുളിവുള്ള ഈ ഒരു ടൈപ്പ് ഹെയർ ആണ് എൻ്റെ ഹെയർ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കുറേ നാളായിട്ട് വെച്ചുകൊണ്ട് നടക്കുകയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയാം. എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ചെയ്യണ വീഡിയോ 1-2 വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് മോളെ കൊണ്ടുപോയിട്ട് മമ്മീൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്നുണ്ട്. അമ്മയ്ക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അമ്മേനെ ഇവിടെ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ അമ്മൂമ്മേനെ ഞാൻ വിളിക്കുന്ന ഡാഡിയമ്മ എന്നാ. ഡാഡിയുടെ അമ്മ, ഡാഡിയുടെ അമ്മ, ഡാഡിയമ്മ, പിന്നെ മമ്മയുടെ അമ്മ വല്യമ്മ, ഇങ്ങനെയാണ് വിളിക്കണത്. അപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ സ്മൂത്തനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹെയറിൽ ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം ടൗൽ ഡ്രൈ ചെയ്തിട്ട് ഒന്ന് നമ്മൾ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഡ്രൈ ചെയ്യുകയാണ്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ലോറിയലിൻ്റെ ക്രീമാണ്. അതുപോലെ തന്നെ എക്സിഡൻസോ എന്ന് പറഞ്ഞ ക്രീം, അതുപോലെ ന്യൂട്രലൈസറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഏകദേശം ഓൺലൈനിൽ നിന്ന് 500 റുപ്പീസും ചിലപ്പോൾ ഓഫറിൽ 499 റുപ്പീസൊക്കെ ഉള്ളൂ 1 ടൈം യൂസിനുള്ള ക്രീമിനും ന്യൂട്രലൈസിനും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 hour എന്നുള്ള നോർമൽ ആയിട്ടുള്ള ഹെയറിന് യൂസ് ചെയ്യുന്ന ക്രീം. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ സെക്ഷൻ എടുക്കുകയാണ്. എനിക്ക് 2 പേരുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഫിനിഷാവും. അപ്പോൾ ഞാൻ അവരെ ഒന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ തന്നെ സൂം ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ആവാത്തത്. അപ്പം മുടി നന്നായിട്ട് നമ്മൾ ഓരോ സെക്ഷൻ എടുത്തിട്ട് സെക്ഷനിലായിട്ട് നമ്മൾ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇച്ചിരി ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ എനിക്ക് ബാക്കിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മിററിൽ നോക്കി എടുത്താൽ തന്നെ എനിക്ക് അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ മുടിയിലെല്ലാം നല്ല സെക്ഷൻ എടുത്തിട്ട് ക്രീം തേച്ച് കൊടുക്കുകയാണ്, അതായത് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ക്രീം എന്ന് പറയുന്നത് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം, നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും, മുടി പൊട്ടിപ്പോകുന്നൊക്കെ പറയാറില്ല ചിലർ. അപ്പോൾ അത് നമ്മൾ ക്രീം സ്കാൽപ്പിനോട് ചേർത്തിട്ട് ഇട്ടിട്ടാണ്. അതുപോലെ തന്നെ ക്രീം സ്കാൽപ്പിലൂടെ അപ്ലൈ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇറിറ്റേഷൻസും ഇച്ചിങ്ങും ഒക്കെ നമുക്ക് സ്കാൽപ്പിൽ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്ക മാത്രം നമ്മൾ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, റൂട്ടിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മളുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ശേഷം ഹെയർ ഒന്ന് വലിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്ട്രെയിറ്റനിങ് ക്രീം നമ്മളുടെ ഹെയറിലായിട്ടുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാവും. സ്പ്രിങ് പോലെ ഇങ്ങനെ ആവും. അതിന് ശേഷം നെക്സ്റ്റ് ചെയ്യുന്നത് നന്നായിട്ട് വാഷ് ചെയ്യാന്നുള്ളതാണ്. മുടി നന്നായിട്ട് കഴുകി ഉണക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നില്ല, നോർമൽ ആയിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകുകയാണ് ചെയ്യണത്. കഴുകിയതിന് ശേഷം പാറ്റ് ഡ്രൈ ചെയ്യും. ക്രീം ഫുള്ള് റിമൂവ് ആവണം. അതിന് ശേഷം ഫസ്റ്റ് ടവൽ ഡ്രൈ ചെയ്യുന്നു. അതിന് ശേഷം 100% ഡ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബ്ലോ ഡ്രൈ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രസ്സിങ് ആണ്. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് ടവൽ ഡ്രൈ ഫസ്റ്റ് ടവൽ ഡ്രൈ ചെയ്തിട്ട് അതിന് ശേഷം ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡ്രയറും അയണും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡ്രയർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഹെയറിൻ്റെ ടൈപ്പ് നോക്കൂ കേട്ടോ. അതിന് ശേഷമാണ് അതിൻ്റെ ഹീറ്റ് എത്ര വേണം എന്നുള്ളത് നോക്കണം. ഇപ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതിന് ശേഷം വീണ്ടും സെക്ഷൻ എടുക്കുകയാണ്. നമ്മൾ ആദ്യം സ്ട്രെയിറ്റനിങ് ക്രീം അപ്ലൈ ചെയ്ത പോലെ തന്നെ സെക്ഷൻ എടുത്തിട്ട് ഒന്ന് നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്ത ഹെയറിൽ വീണ്ടും സെക്ഷൻ എടുത്തതിന് ശേഷമാണ് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്നത്. അതായത് ന്യൂട്രലൈസർ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അത് നന്നായിട്ട് സെക്ഷൻ എടുത്ത് ചെറിയതോ വലുതോ ആയിട്ടുള്ള സെക്ഷൻ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ബ്രഷ് ഉപയോഗിച്ച് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റനിങ് ക്രീം എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം 10 to 15 മിനിറ്റ്സ് നമ്മൾ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് വയ്ക്കണം.
അപ്പോൾ കൂടുതൽ നമ്മൾ ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി അല്ലെങ്കിൽ ഹെയറിൽ പിടിക്കുകയും ചുളിക്കുകയും അങ്ങനെയൊന്നും ചെയ്യരുത്. അനങ്ങാണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ഞാനൊരു ബുക്കൊക്കെ വായിച്ചുകൊണ്ട് ആ സമയത്ത് ഇരുന്നത്. ഹെയറിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഹെയർ ഇരുന്നത്. അതിന് ശേഷം നമുക്ക് വീണ്ടും ഹെയർ വാഷ് ചെയ്യാം. ഇടയ്ക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം ആയിട്ടുണ്ടോ എന്ന് നോക്കും. അതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം. ഇതിന് ശേഷം നമ്മൾ വീണ്ടും ഉണക്കുകയാണ്. അടിപൊളിയായിട്ടില്ലേ ഹെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഹെയർ സ്ട്രെയിറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ സ്ട്രെയിറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ? അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യാണ്. ഒരു ഏത് ബ്രാൻഡാണ് ഇതിൽ യൂസ് ചെയ്യണത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നല്ലൊരു സ്ട്രെയിറ്റ്നറാണ് ഉപയോഗിച്ച് അതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ നമ്മളുടെ ഹെയർ, അതായത് നമ്മുടെ ഹെയർ എത്രമാത്രം സ്ട്രോങ് ആണ് അതിനനുസരിച്ച് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ആൾക്കാരൊട്ടും, എൻ്റെ മുടിയൊന്നും ഒരുപാട് ഹെവി ഭയങ്കര കട്ടിയുള്ള മുടിയൊന്നുമല്ല, വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ടൈപ്പ് ഹെയറാണ്. അപ്പോൾ എനിക്ക് ഒക്കെ ഒരുപാട് ഹീറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇത് സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുള്ള് നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടിപൊളിയായിട്ട് കിടക്കും. ഇനി നമ്മൾ 3 ദിവസത്തേക്ക് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ വേറെ ഒന്നും ഇതിൽ ഹെയറിൽ നമ്മൾ ക്ലിപ്സ് അല്ലെങ്കിൽ കെട്ടി വയ്ക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കിടക്കാൻ നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി പുറകോട്ടിട്ട് കിടക്കുക. പിന്നീട് 3ാമത്തെ ദിവസം വന്നിട്ട് നമ്മൾ പാർലറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർലറിൽ തന്നെ വന്ന് ഹെയർ വാഷ് ചെയ്യുക. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് KSRTC സ്റ്റാൻഡ് എടുത്ത് ചേർത്തലയിൽ മെഹന്തി എന്ന് പറഞ്ഞ പാർലറിലാണ്. ലോറിയലിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി ചൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 3ാമത്തെ ദിവസം വന്നിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തു. ഇനിയാണെന്നുണ്ടെങ്കിലും നമ്മളതിന് ശേഷം ലോറിയലിൻ്റെ തന്നെ ഷാമ്പൂ, കണ്ടീഷണറും സെറമൊക്കെ യൂസ് ചെയ്യുക. വീക്ക്ലി 2 ടൈംസ് നമ്മൾ അതുപോലെ ഷാമ്പൂ വാഷ് ചെയ്യുക. അതുപോലെ ടൈറ്റായിട്ടുള്ള ക്ലിപ്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഹെയറിലിടാൻ പറ്റുന്നതൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അതിന് നമുക്ക് ഇനി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉള്ള ഒരു പിക്ചർ ഞാൻ ബാക്കിൽ നിന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ പോയി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.